വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മളൊരു മസാല ഉണ്ടാക്കും. എന്നിട്ട് മസാലയും തൈരും കൂടിയിട്ട് ചിക്കനിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നമ്മൾ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കും. ചിക്കനിലേക്ക് നമ്മൾ തൈര് ചേർത്തിട്ട് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം. നല്ല ജീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ എടുക്കണം ജീരകത്തിന് നല്ല ജീരകം എന്ന് പറയുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 7 കറിയാമ്പൂ, ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ തക്കോലം, പിന്നെ 12 ഏലക്കായ. ഞാനിവിടെ ഏലക്കായുടെ സീഡ്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അത് ഏലക്കായ മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 12 ഏലക്കായ എടുക്കുക. പിന്നെ ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എണ്ണ ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും തുല്യ അളവിലെടുക്കുക. എന്നിട്ട് വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് തൈരാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമ്മൾ ഈ തൈരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മൾ ഈ പൊടിച്ചെടുത്ത മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ചിക്കൻ നമ്മൾ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ മല്ലിയില. അപ്പോൾ നമുക്ക് നോക്കുന്നത് ഇനി ചിക്കൻ മസാല ആക്കാന്ന്. ഇനി നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ഈ മസാലകളൊക്കെ എണ്ണയില്ലാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഈ മസാലകൾ ഇടാം. മസാലകളൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ മസാല ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മസാല പൊടിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് ചിക്കൻ ഇടാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണം ഗരം മസാല ചേർക്കാം. ഇതിനകത്തൊരു 3/4 ഭാഗം ഗരം മസാല നമുക്ക് ഇപ്പോൾ ചേർക്കാം. ബാക്കി ഒരു 1/4 ഭാഗം നമുക്ക് കറിയുടെ ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. കറിവേപ്പിലയും ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിലിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ചിക്കൻ ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ചിക്കൻ പതുക്കൊന്ന് ചൂടായി കഴിയുമ്പോൾ മാത്രമേ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. കുറച്ച് മല്ലിയില നമുക്ക് ഇപ്പോൾ ചേർക്കാം. കുറച്ച് മല്ലിയില നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. ഈ ചിക്കൻ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിക്കൻ വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ മസാലയുടെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഈ കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ കറി നമുക്ക് വേവിക്കാം. മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചേക്കണം ഗരം മസാല ചേർക്കാം. ആ ഗരം മസാല നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക്
ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമുക്ക് തീ ഓഫ് ചെയ്യാം.